കേരളീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും ആത്മീയ ജാഗ്രതയും സുബോധമില്ലാത്ത ഒരു കൂട്ടം ക്രൈസ്തവർ ഇന്ന് ബിജെപിയോടൊപ്പം ചേർന്നിരിക്കുന്നു. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്ന പഴമൊഴി അന്വർത്ഥമാകുന്ന രീതിയിലാണ് പലരുടെയും പോക്ക്. എന്തായാലും നരേന്ദ്രമോദിയുടെ മാന്ത്രികമായ സ്വാധീനത്തിൽ പലരും വീണുപോയിട്ടുണ്ട് എന്നതാണ് സത്യം. അദ്ദേഹം കേരളത്തിലെത്തിയതോടെ ഇവിടുത്തെ മറ്റു രാഷ്ട്രീയക്കാർക്ക് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇതാണ് മോദി മാജിക്. മോദി വെറുമൊരു സാധാരണ രാഷ്ട്രീയ നേതാവല്ല. തന്റെ ഇഷ്ടദൈവങ്ങളെ ഹൃദയത്തിൽ ആവാഹിക്കാൻ അസാമാന്യ കഴിപ്പുള്ള വ്യക്തിയാണദ്ദേഹം. മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ലോകരാജ്യങ്ങളെ വശീകരിക്കാൻ കെൽപ്പുള്ള നേതാവ്, മതനേതാക്കളെ വണങ്ങിവശത്താക്കാൻ സിദ്ധിയുള്ളവൻ, മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും കീഴടക്കാൻ കരുത്തുള്ള ഒരു യോഗി. ഇങ്ങനെയാണ് അദ്ദേഹം ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വരവോടെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം അടിമുടി മാറിയതുപോലെ പലർക്കും തോന്നുന്നു. ഇത് അദ്ദേഹത്തിന്റെ ആ വശീകരണ വിദ്യയുടെ ഫലമാണ്. എന്നാൽ ചിലപ്പോൾ കേരളവും മതതീവ്രവാദത്തിന്റെ ഒരു ഭ്രാന്താലയമായി മാറാൻ അധികം താമസമുണ്ടാകില്ല എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ബിജെപിയിലേക്ക് ക്രൈസ്തവരുടെ ഒരു വൻ കുത്തൊഴുക്കാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം വമ്പിച്ച റാലികൾ നടക്കുന്നു. ഉത്തരേന്ത്യയിൽ മതതീവ്ര വർഗീയ ശക്തികളായ സഖ്യകക്ഷികൾക്കൊപ്പം ചേർന്ന് മുഖം മറയ്ക്കുന്ന ഭരണകൂടത്തിനെതിരെ പീഡിപ്പിക്കപ്പെടുന്ന നിരപരാധികളായ ക്രൈസ്തവർ പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിൽ ക്രൈസ്തവർ അതേ പാർട്ടിയിലേക്ക് ചേരാൻ തിരക്ക് കൂട്ടുകയാണ്. ഇത് എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ഭരണപരാജയങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. മുന്നറിയിപ്പ്: ബിജെപി കേരളം ഭരിക്കാൻ തുടങ്ങിയാൽ ജയ് മാതാ കി, ജയ് ശ്രീറാം എന്നെല്ലാം വിളിച്ച് വഴങ്ങിക്കൊടുക്കാൻ ന്യൂനപക്ഷങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഉത്തരേന്ത്യയിൽ നടക്കുന്നത് ഇവിടെ സംഭവിക്കില്ലെന്ന് സ്വപ്നം കാണുന്നവർക്ക് ഭാവിയിൽ നിലവിളിക്കേണ്ടിവരും. ഭാരതത്തിൽ ഇനിയുള്ള കാലം ഓരോ സംസ്ഥാനവും മറ്റൊരു മണിപ്പൂർ ആവർത്തിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആത്മീയ പോരാട്ടം: ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർ പ്രതിഷേധിക്കുന്നുണ്ട്. എന്നാൽ പീഡനങ്ങൾക്ക് പകരമായി വെറും പ്രതിഷേധമല്ല വേണ്ടത്, മറിച്ച് ഭരണനേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യശക്തികൾക്കെതിരെ നാം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ആർക്കും തടയാൻ കഴിയാത്ത വമ്പിച്ച ദൈവപ്രവൃത്തിയും വലിയൊരു ഉണർവും ഭാരതത്തിലുണ്ടാകും. ദൈവജനം ഉണരുക. നമുക്ക് പോരാട്ടമുള്ളതു ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. എഫെസ്യർ 6-ാം അധ്യായം 12-ാം വാക്യം. आमेन। पर मसीह समाज के लोग आपको नजर आएंगे। यहाँ पर देखिए कि अलग अलग बैनर पोस्टर के साथ में तमाम ये सभी लोग क्यों यहाँ पर इकट्ठे हैं? इनका कहना है छत्तीसगढ़ धर्म स्वातंत्र विधेयक 2026 काला कानून है, इसे वापस लिया जाए। सरकार ने कहा था कि इससे अवैध धर्मांतरण रुकेगा, लेकिन इनका कहना है ये काला कानून है, ये हमारी समानता के अधिकार को रोकता है। तो चलिए यहाँ पर आए हुए तमाम जनसैलाब से बात करते हैं, इनके तमाम नेताओं से बात करते हैं, इनसे पूछते हैं, जानने की कोशिश करते हैं कि आखिर ये विरोध क्यों कर रहे हैं और इनका विरोध कब तक जारी रहेगा। राजधानी रायपुर के तूता धरना स्थल की ये तस्वीर है। काला कानून वापस लो के नारे लगाते हुए ये देखिए